സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ പ്രമേയം ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. പ്രതിപക്ഷം പ്രമേയത്തെ പിന്തുണയ്ക്കും. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തതും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിഹിതം അനുവദിക്കാത്തതും ചൂണ്ടിക്കാട്ടിയാകും ഈ വിഷയം ഉന്നയിക്കുക. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വാർത്തകളുടെ വിവരങ്ങൾ വച്ചിരുന്നു. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഈ SIR-ലെ ഏകകണ്ഠമായ ഒരു പ്രമേയം നിയമസഭ പാസ്സാക്കുക വഴി പരോക്ഷമായി ഒരുപക്ഷെ ഒരു കേന്ദ്ര തീരുമാനത്തിനെതിരെ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന അടുത്ത ഒരു കേരളത്തിന്റെ പ്രമേയം. ശ്രീജിത്ത്. ഹാഷ്മി, സ്മിത, ഗുഡ് മോർണിംഗ്. ഇന്ന് നിയമസഭയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ സർക്കാർ പ്രമേയമാണ്, ഔദ്യോഗിക പ്രമേയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ പ്രമേയം അവതരിപ്പിക്കുക. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ സംശയത്തോടെയാണ് സർക്കാർ വീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇത് സുതാര്യമായി നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയമായിരിക്കുമെന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുക. നേരത്തെ രാഹുൽ ഗാന്ധി ബീഹാറിലെ വോട്ടർ അധികാര യാത്രയും അല്ലെങ്കിൽ ഈ വോട്ട് കൊള്ളയുടെ ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അക്കാര്യത്തിൽ മൗനം പാലിച്ചത് വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ മൗനം ഭേദിച്ചുകൊണ്ട് സർക്കാർ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇറങ്ങുന്നുവെന്ന പ്രത്യേകത കൂടി ഈ പ്രമേയത്തിനുണ്ട്. ഇത് ഏകകണ്ഠമായി സഭയിൽ പാസ്സാകാനാണ് സാധ്യത. കാരണം UDF, കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് ദേശീയ തലത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഏകകണ്ഠമായി തന്നെ സഭയിൽ ഇത് പാസ്സാക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്നതും ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സർക്കാർ വിഹിതം നൽകുന്നില്ല എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ശൂന്യവേളയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്താൻ പോകുന്നത്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിന് കൂടി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു അവസരമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. ശൂന്യവേളയിൽ തന്നെ ഈ വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. ഇതോടൊപ്പം തദ്ദേശ ഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട 2 പ്രധാന ബില്ലുകളും ഇന്ന് നിയമസഭ പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, ആർ ശ്രീജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. SIR നമുക്കറിയാം, അത് രാഷ്ട്രീയ വിഷയമാകുന്നതും അത് ആശങ്കയുടെ വിഷയമാകുന്നതും അതിൽ ബീഹാർ പശ്ചാത്തലം തന്നെയുണ്ട്. ഒരുപാട് പേർ കൂട്ടത്തോടെ ഒഴിവായി പോകുന്നുണ്ട്. ഒഴിവായപ്പോയവർ അല്ലെങ്കിൽ മരിച്ചു വന്ന ഒഴിവായപ്പോയവർ കോടതിയിലേക്ക് ഹാജരാകുന്ന സാഹചര്യമുണ്ട്. അടിമുടി അവ്യക്തതയുടെ നടുവിൽ നിൽക്കുന്ന ഒരു SIR-ന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരള നിയമസഭയുടെ ഏകകണ്ഠ പ്രമേയം. അതെ, അപ്പൊ ആ പ്രമേയത്തിൽ ഒന്നിച്ച് നിൽക്കും. പക്ഷേ മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ചില വിഷയങ്ങൾ ഉന്നയിക്കും. അപ്പൊ അതൊരു എതിർപ്പുമായി മാറും. അപ്പൊ ഇന്ന് ഒരു കൗതുകമുണ്ട് അത് കാണാനായിട്ട് നിയമസഭയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.